Hello everyone, Assalamu alaikum. Welcome to my YouTube channel. I am Aamina Suman, your very own self-confidence and wellness coach. I hope all of you are doing great, and of course, Ramadan Kareem to each and every one of you. The beautiful month of Ramadan is upon us. നമ്മളെല്ലാവരും ഈ ഒരു 30 ഡേയ്സിന് വേണ്ടി പ്രിപ്പയർ ആയിരിക്കുന്ന ഒരു സമയമാണ്, and we've been waiting for this month since 1 year now, right? ഈ വീഡിയോയിൽ we are going to do something called Ramadan prep, and it's not about the food. ഈ വീഡിയോയിലുള്ള റംലാൻ prep are actually few different categories of preparation that you can do just the day before Ramadan or even on the first day of Ramadan, so that any വരാൻ പോകുന്ന 4 weeks of Ramadan you make the most of it. You show up with the best intention, your consistency and focus is in check, and you can just be your best version. And നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ഈ റംലാനിൽ ചെയ്ത് തീർക്കാനും ഈ റംലാനിൽ ഷോ അപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ 30 ഡേയ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു റമദാൻ പ്രെപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ടേക്ക് നോട്ട്സ്, ടേക്ക് യുവർ ബുക്ക് ആൻഡ് യുവർ പെൻ, സിറ്റ് സംവെയർ കംഫർട്ടബിൾ ആൻഡ് ജസ്റ്റ് ടേക്ക് നോട്ട്സ്, ബിക്കോസ് ഇഫ് you are doing this right now while watching this video, you're kind of ready to welcome Ramadan and also show up with the best of intentions for this month. So let's get into that. Nammal ee video we are going to do it in a few different categories. We will start with spiritual prep, prayer prep, daily routine prep, dualist, health prep and healing prep. These are the 6 different chapters in this video. So let's quickly go into the first category, which is spiritual prep. The most important aspect of our spiritual prep starts with our niyyah or our intention. Ramadan laanengilum ellengilum, as long as you're a Muslim, your niyyah plays a very important role in your life. Appam ഈ റമദാൻ മാസത്തിലും നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് നിയത്തുണ്ട് ദാറ്റ് നമ്മൾ നോമ്പെടുക്കും, നമ്മൾ പ്രേയസിനെ ഷോ അപ്പ് ചെയ്യും, നമ്മൾ സക്കാത്ത് കൊടുക്കും, ഇതൊക്കെ നമുക്ക് നിയത്തുള്ള കാര്യമാണ്. പക്ഷെ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മന്ത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ് എ വെരി ക്ലിയർ ഇൻറ്റൻഷൻ ഓഫ് വാട്ട് യു വോണ്ട് ഔട്ട് ഓഫ് ദിസ് മന്ത്. ഈ മാസം തീരുമ്പോഴത്തേക്കും നിങ്ങളെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പിരിച്വൽ ഗോൾ എന്താണ്, അതിലേക്ക് ഫോക്കസ് ചെയ്യൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇൻറ്റൻഷൻ ക്യാൻ ബി ആബ്സല്യൂട്ട്ലി എനിത്തിങ് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ഫേസ് ഓഫ് സ്പിരിച്വാലിറ്റി യു ആർ ഇൻ. നമ്മളെല്ലാവരും സ്പിരിച്വൽ ജേർണി, റിലീജിയസ് ജേർണി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരാൾ മറ്റൊരാളോ ആയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈക്വൽ ചെയ്യാനോ കമ്പയർ ചെയ്യാനോ പറ്റില്ല. ഓരോരുത്തരുടെ ജേർണിയും ഭയങ്കര ഇൻഡിവിജ്വലിസ്റ്റിക് ആയിരിക്കും. സോ നിങ്ങൾ ഈ ഒരു റിയാലിറ്റി ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ റിലീജിയസ് ഹാബിറ്റ്സ് ഒക്കെ എവിടെയാണുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ട് how can you be 5 steps ahead in this month? That's all you need to ask, and you will get answers within yourself. Our answers എന്തൊക്കെയാണോ that needs to be your intention to show up this month of Ramadan. നമ്മൾ റംലാൻ മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിനൈ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ക്ലിയർ ആണ് അല്ലേ? ഫുഡ്, ഡ്രിങ്ക്, എക്സസീവ് എൻ്റർടൈൻമെൻറ്റ്, മ്യൂസിക്, മൂവീസ്, നമ്മൾ വേണ്ടാത്ത ഹാബിറ്റ്സ്, അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ, ഇതൊക്കെ ഡിനൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് വളരെ ക്ലിയർ ആണ്. പക്ഷേ എന്തിലാണ് നമ്മൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യനും കൂടെ അവിടെ വരുന്നുണ്ട്. യു നീഡ് ടു ആസ്ക് യുവർ സെൽഫ്. ഓഫ് കോഴ്സ് ഐ എം ഗോയിങ് ടു ഡിനൈ മൈ സെൽഫ് ഓഫ് സോ മെനി ഓഫ് ദീസ് തിങ്സ്. സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഐ എം ഗോയിങ് ടു actively participate in during this month? Learning about your own identity and your own religion a little bit more than you usually do, maybe that can be something that you actively participate in. There is one particular intention that has really helped me in my own spiritual journey during Ramadan. This year also ഞാൻ അതേ intention ആണ് keep ചെയ്യുന്നത്, and I can share it with you as well. If that is something that you want to keep, of course you can go ahead and keep that. My intention is, as a Muslim in this new month of Ramadan, I am embarking upon a sacred spiritual journey, and during this journey I intend to seek inner spiritual transformation and closeness to Allah by the end of this Ramadan. Spiritual prep വരുന്ന അടുത്ത കാറ്റഗറി ആണ് പ്രെയർ ഗോൾസ്. എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് പ്രേയേഴ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള നിങ്ങളെ നിയത്ത്. സോ ഓഫ് കോഴ്സ് 5 ഫർദൽ പ്രേയേഴ്സ് ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി ദർ. പക്ഷേ അഡീഷണലി മേ ബി തറാവി ചെയ്യാത്ത ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷോയിങ് അപ്പ് ഫോർ 10 to 20 തറാവീസ്, ഓർ ഈവൻ കീപ്പിംഗ് ദ ഇന്റൻഷൻ ദാറ്റ് ഐ എം ഗോയിങ് ടു ഷോ അപ്പ് ഫോർ എവറി സിംഗിൾ വൺ ഓഫ് ദ തറാവി പ്രേയേഴ്സ്. സുന്ന പ്രേയേഴ്സ്, ഏതൊക്കെ പ്രേയേഴ്സ് ആണ് നിങ്ങൾക്ക് ഇന്റൻഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് പ്രേയർ ഗോൾസിൽ വരുന്നത്. തഹജ്ജുദ്, തറാവി, ലൈലത്തുൽ ഖദർ, വാട്ട് എവർ additional prayers that you can do outside of the 5 fard prayers, adinte clear goals set cheya. Numbers vechitum how many times a week, how many times a day,
അത്രയും ക്ലാരിറ്റിയിൽ നിങ്ങളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് കഴിയുമ്പം ഡെയിലി ബേസിസിൽ അത് ആക്ഷൻ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഈസി ആയിരിക്കും. നെക്സ്റ്റ് അപ്പ് ഇൻ സ്പിരിച്വൽ prep is your Quran goals, reciting from cover to cover during this month. Maybe another goal you can have is ഏതെങ്കിലും your favorite surah that you want to by heart ആക്കി പഠിക്കാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൂറ ഉണ്ടെങ്കിൽ അതൊരു ഇൻറ്റൻഷൻ ആക്കാം. ഏതെങ്കിലും ഒരു ആയ, ഏതെങ്കിലും ഒരു സൂറ, അതിൻ്റെ ബാക്കിലുള്ള റെവലേഷൻ സ്റ്റോറി, ദ ട്രാൻസ്ലിറ്ററേഷൻ, ലേണിംഗ് ദ മീനിങ്, അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് മച്ച് മോർ ദൻ ജസ്റ്റ് റിസൈറ്റിംഗ് ത്രൂ ഇറ്റ്. വാട്ട് ആർ യുവർ ഖുറാൻ ഗോൾസ് എന്നുള്ളത് എക്സ്ട്രോർഡിനറിലി സ്പെസിഫൈ ചെയ്യുക. ഖുറാൻ ഗോൾസിൽ തന്നെ യു ക്യാൻ കീപ് another goal which is learning all the 99 names of Allah along with its meaning and maybe using it more. നമ്മൾ ഓരോ ദുആ ചെയ്യുമ്പോഴും ആ ദുആക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അള്ളാനെ വിളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നെയിം ഉണ്ടാവും. ആ നെയിം മാക്സിമം ഇൻറ്റൻഷനലി യൂസ് ചെയ്തിട്ട് ദുആസ് പറയാൻ വേണ്ടിയിട്ടുള്ള ഇൻറ്റൻഷൻ കീപ്പ് ചെയ്യാം. വാട്ട് ഈസ് യുവർ കറണ്ട് റിയാലിറ്റി ലൈക്ക് ആൻഡ് വാട്ട് വിൽ 5 steps ahead of this reality look like? ആ 5 steps ahead ആയിരിക്കണം നിങ്ങളെ ഇൻഡിവിജ്വൽ ഗോൾസ് വരേണ്ടത്. ആൻഡ് ഓൾ ഓഫ് ദീസ് ആർ ജസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഹൗ യു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ. And next we are moving on to our zikr goals. Remembrance of Allah, calling Allah, remembering him by his names. This is a very beautiful thing for us to do, right? എന്തായാലും zikr ചൊല്ലുവല്ലോ എന്നുള്ളത് മാത്രമല്ലാതെ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള zikr ഗോൾസ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ഡെയിലി ബേസിസിൽ ഈ zikr ഞാൻ ഇത്ര തവണ ചൊല്ലും, ഈ zikr ഞാൻ ഇത്ര തവണ ചൊല്ലാൻ വേണ്ടി നോക്കും, ഈ zikr ഞാൻ ഇത്ര തവണ ചൊല്ലാൻ വേണ്ടി നോക്കും. അല്ലെങ്കിൽ ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് this is the dhikr that I want to recite by this many times. What, when, how many times? ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് ദിക്കർ ഗോൾസും ഭയങ്കര ക്ലിയർലി സെറ്റ് ചെയ്യുക. നമ്മൾ സ്പിരിച്വൽ പ്രെപ്പിലെ ഏറ്റവും ഫൈനൽ ആയിട്ട് വരുന്ന കാറ്റഗറിയാണ് സദക്ക ഓർ സക്ക ഗോൾസ്. അഗൈൻ ഇത് ഭയങ്കര സബ്ജക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ബട്ട് ഓഫ് കോഴ്സ് വട്ട് എവർ ഇറ്റ് ഇസ് പോസിബിൾ ഫോർ യു, മേക്ക് എൻ ഇൻറ്റൻഷൻ ഫോർ ദാറ്റ്. റംലാൻ തുടങ്ങുന്ന ആ ഡേ തന്നെ ഒരു ഇൻറ്റൻഷൻ വെക്കുക ദാറ്റ് ഈ മന്തിൽ ത്രൂ ഔട്ട് ഞാൻ ഇന്നേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും സദക്ക ഞാൻ ചെയ്യുന്നത്. ദിസ് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് how many times I will be able to do it and this is the amount of how much I will be able to do it. 3 കാര്യങ്ങളും ആൻസർ ചെയ്തിട്ടുള്ള സദക്ക ഗോൾസ് ഓൾറെഡി ഇൻറ്റൻഷൻ എന്ത് ചെയ്യുക, ക്ലിയർലി സ്ട്രോങ്ലി സെറ്റ് ചെയ്യുക. വാട്ട് എവർ കോസ് ഓഫ് സദക്ക ദാറ്റ് വി ആർ കോൺട്രിബ്യൂട്ടിങ് ടു, അതിന് നമുക്കൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ ലെവൽ ഓഫ് ഇൻറ്റൻഷൻ വളരെ കുറവായിരിക്കും. അഫ്കോഴ്സ് നമ്മൾ ചെയ്തേ പോവും. ബട്ട് ഇഫ് വി റിയലി കീപ്പ് എൻ ഇൻറ്റൻഷൻ ദാറ്റ് ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് സദക്ക കോസസ് ദാറ്റ് ഐ വോണ്ട് ടു സപ്പോർട്ട് ടു, ഐ വോണ്ട് ടു കോൺട്രിബ്യൂട്ട് ടു ഡ്യൂറിങ് ദിസ് റമലാൻ, ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുമ്പം ഓരോ തവണ ഓരോ ഫ്രീക്വൻസിയിൽ നിങ്ങൾ ത്രൂ ഔട്ട് റംലാൻ സദക്ക ചെയ്യുന്തോറും ദാറ്റ് ഇൻറ്റൻഷൻ ജസ്റ്റ് മേക്സ് ദ ആക്ട് എ ലോട്ട് മോർ പവർഫുൾ. ഇത്രയും ക്ലാരിറ്റിയിൽ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് റംലാൻ തുടങ്ങുമ്പം യു ഓൾറെഡി ഹാവ് എ വെരി സ്ട്രക്ചേർഡ് ഫ്രെയിം വർക്ക് ഓൺ വേർ യുവർ എനർജി നീഡ്സ് ടു ഗോ ആക്റ്റീവ്ലി ആൻഡ് വേർ യു ഡോണ്ട് നീഡ് ടു ഗിവ് എനി മോർ ഓഫ് യുവർ ഫോക്കസ് അറ്റ് ഓൾ. സോ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വളരെയധികം കുറയും, ഇൻഡിസൈസീവ് ഫീലിങ്സ് വളരെയധികം കുറയും. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു സ്ട്രക്ചേർഡ് വേയിൽ നമ്മുടെ സ്പിരിച്വൽ ജേർണി ഈ റംലാനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവർ റംലാൻ prep which is our daily routine preparation. റംലാന്റെ ഡേയ്സും നമ്മളെ നോർമൽ ലൈഫ് ഡേയ്സും ഭയങ്കര ഡിഫറെൻ്റ് ആണ് അല്ലേ? നമ്മുടെ പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആണ്, ടൈമിങ്സ് ഡിഫറെൻ്റ് ആണ്, എല്ലാം ഡിഫറെൻ്റ് ആണ്. ഈ റംലാനിൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഡെയിലി റുട്ടീൻ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നമുക്ക് ഫോം ചെയ്യാം. റിമെമ്പർ ടു ടേക്ക് നോട്ട്സ്. ഇഫ് യു ആർ ലിസണിംഗ് ടു ദിസ്, ഇഫ് യു ഹിയർ സംതിങ് ദാറ്റ് യു ഫീൽ ലൈക്ക് യെസ് ദിസ് ഐ വാണ്ട് ടു ഡു, മേക്ക് ഷുവർ യു നോട്ട് ഇറ്റ് ഡൗൺ. ഓൾറൈറ്റ്, ആസ്ക് യുവർസെൽഫ് what does an ideal day during Ramadan look like for me? Write down the answer as clearly as possible. You can even ask yourself different times of the day എങ്ങനെയായിരിക്കും ഞാൻ സ്പെൻഡ് ചെയ്യാന്നുള്ളത്. സോ മേ ബി ഹൗ ഡസ് മൈ ഐഡിയൽ സുഹൂർ ലുക്ക് ലൈക്ക്? സുഹൂറിന് മാത്രം നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ഐഡിയൽ വിഷൻ ഉണ്ടോ അത് സുഹൂറിന് വേണ്ടി എഴുതുക. ദെൻ യു ക്യാൻ ഈവൻ റൈറ്റ് അബൌട്ട് വാട്ട് ഡസ് മൈ ഐഡിയൽ ഇഫ്താർ ടു തറാവി ലുക്ക് ലൈക്ക്. സോ അതെഴുതാം. അങ്ങനെ ഓരോ പാർട്സ് ഓഫ് ദ ഡേക്കും നിങ്ങളൊരു ഐഡിയൽ വേർഷൻ എന്ത് ചെയ്യുക, ക്ലിയർലി എഴുതി സെറ്റ് ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സഡൻലി ഫ്രം ടുമോറോ നമുക്ക് ഈ എല്ലാ ഐഡിയൽ വേർഷൻസും ഒറ്റയടിക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ബട്ട് വാട്ട് വിൽ ഹാപ്പൻ വെൻ യു ഹാവ് എ ക്ലാരിറ്റി ഓൺ വാട്ട് യുവർ ഐഡിയൽ ഡേ ലുക്സ് ലൈക്ക്, ഓരോ ദിവസം ഈവൻ ഇഫ് ഇറ്റ്സ് ബൈ 5% or 10% നമുക്ക് ആ ഐഡിയൽ ഡേനെ മാക്സിമം മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി വരും.
നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ഐഡിയലിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. സോ യുവർ സെൽഫ് ഇംപ്രൂവ്മെന്റ് വിൽ കീപ് ഓൺ ഹാപ്പനിങ്. ഓൾവേസ് റിമെമ്പർ, ക്ലാരിറ്റി ആണ് ആക്ഷനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഡിസിപ്ലിൻ, ഇറ്റ് ഇസ് നോട്ട് മോട്ടിവേഷൻ, ഇറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. ഇറ്റ് ഇസ് ജസ്റ്റ് ക്ലാരിറ്റി. നിങ്ങളെ ബ്രെയിനിന് നിങ്ങൾ എത്രത്തോളം ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നോ അത്രത്തോളം ക്ലിയർ ആക്ഷൻസ് നിങ്ങൾക്ക് ഈസിലി എടുക്കാൻ പറ്റും. We move on to another part of our Ramadan prep, which is our prayer preparation. This is something that I have noticed really helped me and all of the other women who I have worked with for the Ramadan prep series in my Action Takers Mastermind program. അതിൽ ഈ പ്രെയർ പ്രെപ്പ് ചെയ്ത ആൾക്കാർക്ക് ഭയങ്കര ഒരു അഡീഷണൽ ലെവൽ ഓഫ് കണക്ഷൻ അല്ലെങ്കിൽ അഡീഷണൽ ലെവൽ ഓഫ് മോട്ടിവേഷൻ ഫീൽ ആയിട്ടുണ്ട്. എൻറ്റയർ റംലാൻ പ്രിപ്പറേഷനിലും ഒരു ഫൺ പാർട്ടായിട്ട് വരുന്ന ഒരു ഭാഗമാണ് പ്രെയർ പ്രിപ്പറേഷൻ. ഇറ്റ്സ് അബൌട്ട് our space of our prayer, the things that we use for our prayer. നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ if you can get a fresh, very new, a very fresh set of prayer dress and musalla and tasbih and Quran, amazing. I will always recommend that. Go ahead and do it, because നമ്മൾ റംലാനിൽ ഒരു പുതിയ എൻറ്റയർ പ്രെയർ സെറ്റ് പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് യൂസ് ചെയ്യാനും അതിനു വേണ്ടി ഷോപ്പ് ചെയ്യാനും അതിൽ ടൈം സ്പെൻഡ് ചെയ്യാനും നമുക്ക് ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. Now, if you're like me and you're focusing on under consumption, which I am really focusing on this year, എല്ലാം പുതിയത് വാങ്ങാൻ ഒരു പോസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും nothing to worry. This is what I do. എനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രെയർ ഡ്രസ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രെയർ റിലേറ്റഡ് എല്ലാ ഐറ്റംസും ഞാൻ എന്ത് ചെയ്യും, അതിനെ ഒന്ന് പ്രോപ്പർലി റിഫ്രഷ് ചെയ്യും, ഒന്ന് ക്ലീൻ ചെയ്യും, ഒന്ന് നീറ്റാക്കി വെടിപ്പാക്കി എടുത്തു വെക്കും. സോ വാഷിംഗ് യുവർ പ്രെയർ ഡ്രസ്, മേ ബി ആഡിങ് എ ലിറ്റിൽ എക്സ്ട്രാ ബിറ്റ് ഓഫ് കംഫർട്ട് ഓഫ് ഫ്രേഗ്രൻസ് ടു ദ വാഷ് സോ ദാറ്റ് ഇറ്റ്സ് ഫ്രഷ് ആൻഡ് നൈസ്. സെയിം തിങ് ഫോർ യുവർ മുസല്ല, ക്ലീനിങ് ഇറ്റ് അപ്പ്. ഖുറാൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് ജസ്റ്റ് വൈപ്പിംഗ് ഇറ്റ് ഓഫ്. ഒരു റെഹലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രെയർ ചെയ്യുന്ന സ്ഥലത്തോ അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റുക, നല്ല തസ്ബീഹ് യൂസ് ചെയ്യുക. അങ്ങനെ വാട്ട് എവർ ഈസ് എക്സിസ്റ്റിംഗ് വിത്ത് യു, റിഫ്രഷ് ഇറ്റ്, മേക്ക് ഇറ്റ് ആസ് ഗുഡ് ആസ് ന്യൂ. ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ഐറ്റംസിനോടുള്ള കണക്ഷനും നമ്മളെ സ്പിരിച്വൽ കണക്ഷനിൽ വളരെ ഹെൽപ്പാവും. എസ്പെഷ്യലി ഇഫ് യു ആർ സമ്മൺ ഹു സ്റ്റാർട്ടിങ് ഔട്ട് ഓൺ ദ ജേർണി, അല്ലെങ്കിൽ ജേർണിയിൽ ഇപ്പോഴും കൺസിസ്റ്റൻസി മീറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ചെറിയ ചെറിയ ഈ ഒരു എക്സ്റ്റേണൽ സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഫൈനലി പ്രയർ പ്രിപ്പറേഷനിൽ വരുന്ന ഒരു ലാസ്റ്റ് പാർട്ടാണ് യുവർ space of your prayer. If you can decide a dedicated space for, okay, this is the space in my home where I am going to show up for my prayers during Ramadan, എന്നിട്ട് ആ ഒരു സ്പേസിനെ നല്ല നീറ്റാക്കി വെക്കുക, മുസല്ല വിരിച്ച് വെക്കുക, റെഹൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഖുറാൻ പ്ലേസ് ചെയ്ത് വെക്കുക. ഇഫ് യു ഹാവ് എ ക്യാൻഡിൽ, ഒരു കുഞ്ഞി സെൻറ്റഡ് ക്യാൻഡിലൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ദിസ് വൺ, അത് അവിടെ അതിൻ്റെ അടുത്ത് വെക്കുക. സോ വാട്ട് എവർ തിങ്സ് യു ഹാവ് വിത്ത് യുവർ സെൽഫ് അത് യൂസ് ചെയ്തിട്ട് ഒരു കുഞ്ഞി കംഫർട്ടബിൾ കോസി ആയിട്ട് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഒരു പ്രെയർ സ്പേസും കൂടെ സെറ്റ് ചെയ്യാൻ നോക്കുക. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ഷോ അപ്പ് ഫോർ യുവർ റംലാൻ പ്രേയേഴ്സ്. നെക്സ്റ്റ് അപ്പ് ഇൻ റംലാൻ പ്രെപ്പ് വി ഹാവ് പ്രിപ്പയറിംഗ് അവർ ദുആ ലിസ്റ്റ്. ദുആ ലിസ്റ്റ് ഞാൻ ഭയങ്കര സീരിയസ്ലി ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്, ബിക്കോസ് ദർ ഇസ് നത്തിങ് കോൾഡ് എസ് ഇമ്പോസിബിൾ ഫോർ അള്ളാഹ്. ഈ ഒരു മാസം നമ്മൾ ദുആയിൽ ഭയങ്കര ഷൈ ആയിട്ടും ഭയങ്കര ഇല്ലപ്പോൾ അത്രയൊന്നും ആവശ്യമില്ല, ഞാൻ എങ്ങനെ ഇതിനൊക്കെ ചോദിക്കാമെന്നൊന്നും വിചാരിച്ച് നിൽക്കേണ്ട ഒരു മാസമല്ല റംലാൻ. റംലാനിൽ നമ്മൾ ഏറ്റവും നമുക്ക് ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്ന ദുആസ് വരെ വിത്തൗട്ട് എനി ഷെയിം, വിത്തൗട്ട് എനി ഷൈനസ് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങേണ്ട മാസമാണ് റംലാൻ. സോ ഐ ടേക്ക് ദുആ ലിസ്റ്റ് വെരി സീരിയസ്ലി എവറി ഇയർ. സോ ദിസ് ഇസ് ഹൗ ഐ ഡു ഇറ്റ്. എൻ്റെ കാറ്റഗറീസ് ഓഫ് ലൈഫ് ഞാൻ ചൂസ് ചെയ്യും. എന്ത് കാറ്റഗറീസ് ആണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ കാറ്റഗറീസ് ചൂസ് ചെയ്യുക. ആ ഓരോ കാറ്റഗറീൻ്റെ അണ്ടറിലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണം, എനിക്ക് ഇതിൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഓരോ കാറ്റഗറീൻ്റെ അണ്ടറിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് എഴുതി വെക്കാം. ഫ്രം ദിസ് ഇയർ ഐ എം യൂസിങ് മൈ അൾട്ടിമേറ്റ് ദാറ്റ് ഗേൾ 2025 ഡിജിറ്റൽ പ്ലാനർ, ബിക്കോസ് അതിൽ തന്നെ ഐ ഹാവ് ഇനഫ് സ്പേസ് ടു ക്രിയേറ്റ് മൈ ദുആ ലിസ്റ്റ്. സോ എനിക്ക് എൻ്റെ ഫോണിൽ തന്നെ എപ്പോഴും അത് ആക്സസ് ചെയ്യാം. എക്സ്ട്രാ ഒരു അഡീഷണൽ ബുക്ക് എടുത്തിട്ട് ഇപ്പോൾ പ്രേയറിനൊന്നും ഇരിക്കൽ നമുക്ക് അത്രയും പോസിബിൾ അല്ല. നമുക്ക് എന്തായാലും ഫോൺ നമ്മളെ കയ്യിലുണ്ടാവും. സോ ഞാൻ എൻ്റെ അൾട്ടിമേറ്റ് ദാറ്റ് ഗേൾ 2025 പ്ലാനർ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ദുആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതർവൈസ് യു ക്യാൻ ഈവൻ യൂസ് യുവർ നോട്ട്സ് ആപ്പ്. നോട്ട്സ് ആപ്പിൽ ദുആ ലിസ്റ്റ് എന്ന് എഴുതി ഓരോ കാറ്റഗറീസ് കൊടുക്കുക. ഓരോ കാറ്റഗറീസിൻ്റെ അണ്ടറിലും ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എന്തൊക്കെയാണോ യുവർ
wildest dreams, not only for this life but also for your hereafter, also for your family, for your parents, for your siblings. എല്ലാവരെയും മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ ക്ലിയർ ദുആ ലിസ്റ്റ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക. എക്സ്ട്രോർഡിനറി ക്ലാരിറ്റിയിൽ കൊടുക്കാൻ വേണ്ടി നോക്കുക. ആൻഡ് ആസ്ക് Allah with belief that He is listening to you, and inshallah Allah will grant all our duas in this Ramadan, and let's all pray for it together. നെക്സ്റ്റ് അപ്പ് വി ഹാവ് അവർ ഹെൽത്ത് പ്രെപ്പ്. റംസാൻ മാസത്തിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സമയമാണ് ഇഫ്താർ. എനിക്കായാലും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇഫ്താർ. ഇഫ്താർ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, ഐ എം വെരി വെരി ആക്റ്റീവ്. ബട്ട് anyhow നമ്മളെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫോർ മീ ദിസ് ലാസ്റ്റ് 6-7 months my health has been my highest priority. Hitting the gym, going to do my workouts, lifting weights, and really taking care of my body, drinking 3 liters of water, having very controlled meals, high protein. ഇതൊക്കെയാണ് ഞാൻ ചെയ്തു വരുന്നത്. And I really can see how amazingly my body has changed, and I'm really proud of it. So I intend to keep that going forward even during the month of Ramadan. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് പ്രെപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ബേസിക് ലെവൽ ഹെൽത്ത് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുക. സുഹൂറിന് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കും. ഇഫ്താറിന് ഓഫ് കോഴ്സ് നമുക്ക് സ്നാക്സ് ടേബിളിൽ കാണുമ്പം സ്നാക്സ് തീരെ കഴിക്കാണ്ട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും സ്നാക്സിന്റെ ക്വാണ്ടിറ്റി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു 10 സമൂസ തിന്നുന്ന ഒരാളാണെങ്കിൽ അതിനെ ഒരു 5 ആക്കി കുറക്കുന്നതും ഇംപ്രൂവ്മെന്റ് ആണ്. ദർ ഇസ് നത്തിങ് ടു ബി ഷൈ ഇൻ ദാറ്റ് മാറ്റർ. Whatever you can, you do your best to become better than what you were last Ramadan. Hydration നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. ഹൈ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് മാക്സിമം കൺസ്യൂം ചെയ്യാണ്ടിരിക്കുക. കാരണം ഈ ഷുഗറി ഡ്രിങ്ക്സ് നമ്മളെ ഡീഹൈഡ്രേറ്റഡ് ആക്കും, നമ്മൾ ഇൻസുലിൻ ലെവൽ സ്പൈക്ക് ചെയ്യിപ്പിക്കും, നമുക്ക് എനർജി ക്രാഷ് ഉണ്ടാവും, ഹങ്കർ പാങ്സ് വരും. കഫീൻ ഒഴിവാക്കുക, വെള്ളത്തിൽ ഫോക്കസ് ചെയ്യുക. ഇഫ് യു ക്യാൻ ഗെറ്റ് കോക്കനട്ട് വാട്ടർ, വാട്ടർമെലൻ, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. കഴിക്കുന്ന ഫുഡിലൊക്കെ പ്രോട്ടീൻ സോഴ്സ് കൂട്ടുക, കാർബ് സോഴ്സ് കുറക്കുക, ഫാറ്റ്സ് കുറക്കുക, പ്രോട്ടീൻ സോഴ്സ് കൂട്ടുക. ഇങ്ങനെയുള്ള ബേസിക് സംഭവങ്ങളെങ്കിലും ചെയ്തിട്ട് നിങ്ങളെ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഒരു 30 minute യൂട്യൂബ് വർക്കൗട്ട് ആണെങ്കിലും ആ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 30 minutes ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ആ വാക്കിനെങ്കിലും പോയിട്ട് നിങ്ങളെ ഹെൽത്തിനെ ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് റംസാനിൽ കീപ്പ് ചെയ്താൽ ഈദിന് യു ആർ ഗോയിങ് ടു ബി ലുക്കിംഗ് ആബ്സല്യൂട്ട്ലി അമേസിങ് ആൻഡ് ഫീലിംഗ് റിയലി ഹെൽത്തി ആൻഡ് എനർജൈസ്ഡ് ഡ്യൂറിങ് യുവർ ഈദ്. And finally, we are in the last and my most favorite preparation of our Ramadan prep series, which is your healing preparations. You and I, we both have a lot of pain, a lot of betrayal, a lot of struggle that you and I know that we are going through. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, നമ്മളെല്ലാവരുടെ മനസ്സിലും പല രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ട് എന്നുള്ളത്. ആസ് ഹ്യൂമൻസ് വി ആർ സപ്പോസ് ടു ഫീൽ ദാറ്റ്. നമ്മൾ ഭയങ്കര ഓക്കെ ആയിട്ട് ജീവിക്കേണ്ട ആൾക്കാരല്ല. നമുക്ക് പെയിൻ തരുന്ന എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവും. ദാറ്റ് ഈസ് ദ ഹ്യൂമൻ ലൈഫ് എക്സ്പീരിയൻസ്. എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മളെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് പല രീതിയിൽ ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാവാം. ആ വേദനകൾ ഇപ്പോഴും നമ്മൾ ക്യാരി ചെയ്തിട്ട് ജീവിക്കുന്നുണ്ടാവാം. ദിസ് മന്ത് നമുക്ക് ആക്ച്വലി അള്ളാൻ്റെ അടുത്ത് നിന്ന് ഹീലിംഗിന് ചോദിക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ മന്ത് ആണ്. പക്ഷെ ആ ഹീലിംഗ് ഒരിക്കലും പോസിബിൾ ആവില്ല ഇഫ് യു ആർ നോട്ട് റെഡി ടു പുട്ട് ഇൻ ദ വർക്ക് ഡ്യൂറിങ് ദിസ് മന്ത്. എന്തൊക്കെ നിങ്ങളുടെ ട്രോമാസ് ഉണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് വേദനിപ്പിക്കുന്നുണ്ടോ, എന്തൊക്കെ സ്ട്രഗിൾസിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്, ആ സ്ട്രഗിൾസിനെ പറ്റി അള്ളാൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം. എനിക്കിങ്ങനെ ഫീൽ ആവുന്നുണ്ട്, എനിക്ക് ഹെൽപ്പ് വേണം, എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ശക്തി ഇല്ല, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്, എനിക്ക് ഒരു ആൻസറും കിട്ടുന്നില്ല, എങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ പ്രശ്നത്തിന് ഞാൻ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കാണേണ്ടത്, ഇതിനെ പറ്റിയിട്ടൊന്നും എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അല്ലാ പ്ലീസ് ഹെൽപ്പ് മീ, ഐ കാൻ ഡു ദിസ് എനിമോർ. അത്രയും ഓണസ്റ്റിയിലും അത്രയും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ വിഷമങ്ങളും സങ്കടങ്ങളും പറയാം, അതുപോലെ അള്ളാൻ്റെ അടുത്ത് പറയാൻ വേണ്ടി ഒരു സമയം കാണാം. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇഫ് യു ക്യാൻ സ്പെൻഡ് 10 to 15 minutes അവിടെ ഇരുന്നിട്ട് നിങ്ങൾ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാൻ നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ I highly recommend you prioritize that during this Ramadan, and you will see an incredible shift
in the person that you will be after Ramadan. I am a big believer that, of course, along with prayers and duas and every other acts of worship, asking for healing is also a big act of worship. കാരണം ഈ സങ്കടങ്ങളും ഈ പ്രശ്നങ്ങളും ഈ വിഷമങ്ങളും നമ്മളെ സ്ട്രഗിൾസും ചാലഞ്ചസും ഒക്കെ can be something that stands in the way of us getting close to Allah. കാരണം നമുക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കും. സോ നമ്മൾ ഈ ഹീലിങ്ങിന് വേണ്ടി അള്ളാൻ്റെ അടുത്ത് തേടുന്ന സമയത്ത് വി ആർ ആക്ച്വലി ആസ്കിങ് ഹിം ടു മേക്ക് us be closer to him, and it's going to give you such tremendous transformation that I cannot express to you in words. Journal ചെയ്യുക. I use my That Girl 2025 journal on my phone. അപ്പം ഞാൻ അതിൽ എൻ്റെ ഡെയിലി ജേർണൽ ഓപ്പൺ ചെയ്തിട്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ജേർണലിൽ ഞാൻ എൻ്റെ ഹീലിങ്ങിന് വേണ്ടി സ്പേസ് വെക്കുന്നുണ്ട് ഫോർ ദിസ് റമദാൻ. എക്സ്പ്രസിങ് യുവർ ഹാർട്ട് ഔട്ട്, ആസ്കിങ് ഫോർ ഹെൽപ്പ്, ആസ്കിങ് ഫോർ ഗൈഡൻസ്, forgiveness, growth, and making it a regular practice. Believe me when I say this will be that one thing that will change your game for your entire Ramadan in 2025. I am going to do this, and I hope that you will keep the intention to do this as well. Alhamdulillah, with that we've come to the end of our Ramadan prep video. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ലേൺ ചെയ്യാനോ ഒരു പുതിയ കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ ട്രൈ ചെയ്യാനോ തോന്നിയിട്ടുണ്ടെങ്കിൽ കോമെന്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കാം. This is a very baby channel, and I need all of your support to be able to grow this channel. So every single thing you do actually has really big value. അതൊരു ലൈക്ക് ആയാലോ ഒരു കോമെന്റ് ആയാലോ ഒരു ഷെയർ ആയാലോ ഒരു സബ്സ്ക്രിപ്ഷൻ ആയാലോ, you have no idea how much it means to the entire idea behind this channel. Let me know in the comments if you're going to do this Ramadan preparation tonight or even on the first day of Ramadan, whenever it is for you. Hopefully we all have a beautiful Ramadan in 2025. I hope that Allah accepts all our acts of worship, all our sadaqah and zakat, and all the little improvements that we are trying to make in ourselves, inshallah. And with that, we've come to the end of this video. Thank you so much for watching. Remember to subscribe to this channel if you haven't already, and share this video with your girlfriends, your friends, your mom, your siblings who would love to learn something new this Ramadan as well. And I will see you again really soon. Until then, bye.